നമ്മൾ മാങ്ങയൊക്കെ കഴിച്ചിട്ട് മാങ്ങാണ്ടി വലിച്ചെറിയാറില്ലേ? ഇനി അത് കളയാൻ വരട്ടെ, നല്ല രുചിയുള്ള മാങ്ങാണ്ടിയപ്പം തയ്യാറാക്കാം. ഇതൊരു പഴയകാല പലഹാരമാണെന്ന് തന്നെ പറയാം. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അച്ചമ്മ കുക്ക് ചെയ്ത് തന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇത് കഴിച്ചത്. വർഷങ്ങൾക്ക് ശേഷവും ആ ഓർമ്മയും രുചിയൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? മാങ്ങാണ്ടിയപ്പം ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് മാംഗോ സീഡ് തന്നെയാണ്. പഴുത്ത മാങ്ങയുടെയും പച്ചമാങ്ങയുടെയും ഒക്കെ സീഡ് എടുത്തിട്ടുണ്ട്. 3-4 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാറുണ്ട്, എളുപ്പം പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇത് പൊട്ടിച്ചെടുക്കുക എന്നത് വലിയ മെനക്കേടുള്ള പരിപാടി തന്നെയാണ്. കട്ടിയുള്ള കല്ല് വെച്ച് തല്ലി പൊട്ടിച്ചാണ് ഞാനിതെടുത്തത്. ഇത് ഇടിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ സൈഡിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വിണ്ടുവരും. അപ്പോഴത്തേക്കും സീഡ് എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാകും. പക്ഷെ ഞാൻ ആദ്യം എടുത്തു വെച്ച മാങ്ങാണ്ടി എല്ലാം കേടായിരുന്നേ. അതിൻ്റെ കാരണഭൂതൻ ഈ വണ്ടാണ്. കേടായിപ്പോയ എല്ലാ സീഡിലും ഈ വണ്ടുണ്ടായിരുന്നേ. അതൊക്കെ കളഞ്ഞ ശേഷം വെറും 5 സീഡിൽ നിന്ന് മാത്രമാണ് മാങ്ങാണ്ടിപ്പരിപ്പ് കിട്ടിയത്. വിത്തെടുത്ത് പുറമേയുള്ള തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അങ്ങെടുത്തു. ചിലതൊക്കെ നല്ല ഇളം പിങ്ക് നിറത്തിലായിരുന്നേ. കഴുകിയെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണേ. ഈ അരച്ചെടുത്ത പേസ്റ്റിന് ഭയങ്കര കയ്പ്പായിരിക്കും. ഈ ഒരു കയ്പ്പ് മാറാനായിട്ട് കട്ടുപോകാനെന്നൊക്കെ പറയുവേ. അരച്ചെടുത്ത പേസ്റ്റിൽ കുറേ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങ് അനക്കാതെ വെക്കണേ. പുറമേ വെള്ളം തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഊറ്റിക്കളഞ്ഞ ശേഷം വീണ്ടും വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഈ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഞാനിതൊരു 5 തവണ വെള്ളം മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് തെളിഞ്ഞ് കിട്ടിയത്. ഇത് അത്യാവശ്യം സമയം വേണ്ട പരിപാടി തന്നെയാണ്. രാവിലെ ചെയ്തു തുടങ്ങിയാലേ വൈകിട്ടാകുമ്പോഴത്തേക്കും പലഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റത്തല്ലേ. ഞാനത് രാവിലെ ചെയ്തു തുടങ്ങിയതാണ്. വൈകിട്ടായപ്പോഴത്തേക്കും വെള്ളം തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ തെളിഞ്ഞു വന്നതൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ആ മട്ടുണ്ടല്ലോ, അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ച മട്ടിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം തുല്യ അളവിലായിരുന്നേ, മട്ടും അരിപ്പൊടിയും. ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒത്തിരി കൂടിപ്പോവാതെ അങ്ങ് നോക്കണം. പിന്നെ തേങ്ങ ചിരകിയതും ശർക്കര പാനിയും ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഞാൻ എടുത്ത ശർക്കരപ്പാനി കുറഞ്ഞു പോയതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് മിക്സിയിൽ വെച്ച് അരച്ചെടുത്തത്. പണി ഏകദേശം തീർന്നു. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും കൂടി നെയ്യിൽ വറുത്തങ്ങെടുത്ത് 2 ഏലക്ക കൂടി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ച് ആവി കയറ്റി അങ്ങ് എടുക്കാവേ. ചെറിയ പാത്രത്തിൽ നെയ്യ് തൂകിയ ശേഷം മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടി കുറച്ചാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ഞാൻ കിണ്ണത്തപ്പം പോലെ ആക്കിയെടുത്തുള്ളേ. ബാക്കിയെല്ലാം ഞാൻ ഇഡ്ഡലിത്തട്ടിൽ നെയ്യ് തൂകിയാണ് ചെയ്തെടുത്തത്. നമ്മൾ അരച്ചെടുത്ത മിക്സ് കൊണ്ട് പാത്രത്തിൽ ചെയ്തെടുത്ത ഒരെണ്ണം, പിന്നെ ഇഡ്ഡലിത്തട്ടിൽ 9 എണ്ണം, ആകപ്പാടെ ഇത്രേ കിട്ടിയല്ലേ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഇതിന്. നിങ്ങളുടെ കുട്ടിക്കാലത്തും ഈ ഒരു പലഹാരം കഴിച്ചിട്ടുണ്ടോ? മാംഗോ സീഡ് വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ. താങ്ക്സ് ഫോർ വാച്ചിങ്.